പലപ്പോഴും UDF LDF നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ഒരു ആരോപണമല്ല. പല വിഷയങ്ങളിലും തലസ്ഥാന നഗരത്തിലുള്ള അഴിമതി കഥകൾക്ക് പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ UDF LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതും നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കൗൺസിലർമാർ അവരുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മേയറെ കാണാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഒരു AKG സെൻറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നും കൊടുക്കുന്ന പണമല്ല, അത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ്. ആ നികുതി പണം ഉപയോഗിക്കാനും വിനിയോഗിക്കാനുള്ള അവകാശം കൗൺസിൽ അംഗങ്ങൾക്കുണ്ട്. അത് നടത്തിയിട്ടുള്ള പരാമർശം തെറ്റായിപ്പോയി. കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ രണ്ട് മുന്നണികളുടെയും ഭരണത്തിൽ അസ്വസ്ഥരാണ്. യാതൊരു വിധത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഈ സംസ്ഥാനത്ത് നടക്കുന്നില്ല. അതുതന്നെയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമസ്കാരം, കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം. പാലക്കാട് നഗരസഭ കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ. BJPയുടെ ശക്തി കേന്ദ്രം എന്നതിലുപരി ഭരണപക്ഷത്തിൻ്റെ ഓരോ നീക്കങ്ങളെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ വളരെ ഷാർപ്പായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് തിരുവനന്തപുരം നഗരസഭ. ഈ തിരുവനന്തപുരം നഗരസഭയിൽ 3 വർഷം പിന്നിടുമ്പോൾ ആ നഗരസഭയുടെ കെടുകാര്യസ്ഥതയെയും അതുപോലെ തന്നെ അഴിമതിയെക്കുറിച്ചുമൊക്കെ ധാരാളം പരാതികൾ BJP ഇതിനോടകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കാനായി തിരുവനന്തപുരം നഗരസഭ BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറും അതുപോലെ തന്നെ BJP തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ തിരുമല അനിലാണ് നമ്മോടൊപ്പം ഉള്ളത്. അനിൽജി, നമസ്കാരം. കൂടിക്കാഴ്ചയിലേക്ക്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിലേക്കായി CPM അവരുടെ മേയർ കാൻഡിഡേറ്റായി നിശ്ചയിച്ചിരുന്നവരൊക്കെ തോറ്റുപോകുന്നു. അവസാനം ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന രീതിയിൽ മേയർ ആര്യയെ അവർ നിയോഗിക്കുന്നു. അതിനുശേഷം വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ ഈ CPIMൻ്റെ അവകാശവാദങ്ങൾ അതിനെ പൊളിക്കാനുള്ള, അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ലീഡറെ ഞങ്ങൾ നഗരസഭയിൽ എത്തിച്ചു എന്നതിന് മറുപടിയായിട്ടാണോ BJP ഇത്രയും അഗ്രസീവ്നെസ് കാണിക്കുന്നത്, അതോ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇല്ല, നമുക്കറിയാം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്തെ CPMൻ്റെ സുപ്രധാനമായിട്ടുള്ള പല നേതാക്കന്മാരെയും പരാജയപ്പെടുത്തിയാണ് BJP അവിടെയൊക്കെ ജയിച്ചതും വെന്നിക്കൊടി പാറിച്ചു വന്നതും. നമുക്കറിയാം അവസാനം CPMന് ഒരു പരിചയസമ്പന്നനായിട്ടുള്ള ഒരു നേതാവിനെ തിരുവനന്തപുരം അല്ലെങ്കിൽ തലസ്ഥാന നഗരസഭയുടെ മേയറാക്കാൻ പോലും സാധിക്കാതെ അമ്പെ പരാജയം നേരിട്ട ഒരു ഭരണസമിതിയാണ് തലസ്ഥാന നഗരസഭയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ 35 ജനപ്രതിനിധികൾ വളരെ ശക്തമായി ഇവർ നടത്തുന്ന ഓരോ നീക്കങ്ങളെയും വളരെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇവർ വലിയ കൊട്ടിഘോഷിച്ചാണ് തലസ്ഥാന നഗരസഭയ്ക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരിയായിട്ടുള്ള മേയർ വരുന്നു, ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. തുടക്കം മുതൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചതാണ് പക്വതയും പാകതയും പരിചയസമ്പന്നതയും ഇല്ലാത്ത ഒരാളെ തലസ്ഥാന നഗരസഭയുടെ മേയർ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ തലസ്ഥാന നഗരസഭയിലെ എല്ലാ തരത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് BJP ആദ്യമേ തന്നെ ആരോപിച്ചതാണ്. അത് അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആരോപണങ്ങളാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് തലസ്ഥാന നഗരസഭയിലെ ഈ ഭരണസമിതി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് തട്ടിപ്പ്, ഒരു കാലഘട്ടത്തിൽ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പട്ടികജാതി വിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ മക്കൾക്കുള്ള വിധവകളായിട്ടുള്ള സഹോദരിമാരുടെ മക്കളുടെ വിവാഹ ധനസഹായം അടക്കം തട്ടിച്ച ഒരു ഭരണസമിതിയായി ഇത് മാറിയിരിക്കുന്നു. BJP അതിനെതിരെ ശക്തമായി മുന്നോട്ട് വന്നിരുന്നു, പരാതി കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ കെട്ടിട നികുതി തട്ടിപ്പ്, പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കുന്ന കെട്ടിട നികുതി പണം തട്ടിച്ചിരിക്കുന്നു. വീട്ടുകരം തട്ടിപ്പ്, പിൻവാതിൽ നിയമനങ്ങൾ, മേയർ തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയിരിക്കുന്നു പിൻവാതിൽ നിയമനങ്ങൾക്ക്. അങ്ങനെ ഒട്ടനവധി ഈ പറയുന്ന ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടാണ് 3 വർഷമായി ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ കൗൺസിൽ യോഗങ്ങളിലും
ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു. അഴിമതിക്കെതിരെ വലിയൊരു പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരം തലസ്ഥാന നഗരസഭയിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമാനതകളില്ലാത്ത പോരാട്ടമാണ് തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 3 വർഷമായി നമ്മൾ കാണുന്നത്. ഈ കെട്ടിട നികുതി തട്ടിപ്പിലൊക്കെ BJP സ്വന്തമായ അദാലത്തുകൾ തുടങ്ങുന്നു, അല്ലെങ്കിൽ കരമടച്ചവർ ഇവിടെ വന്ന് യഥാർത്ഥത്തിൽ അത് കരം വരവ് വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് ഒരു വലിയ ക്യാമ്പയിൻ നടത്തുന്നു. SC ഫണ്ട് തട്ടിപ്പ്, അതുപോലെ തന്നെ കൗൺസിലർമാരുടെ നിരാഹാരം, ഇങ്ങനെ സംഘർഷഭരിതമാണ്. അതുകൊണ്ട് സത്യത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ വികസനത്തിന് കാര്യമായ സംഭാവന നൽകാൻ ഈ സമരങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാവപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ വിധവകളായിട്ടുള്ള പട്ടികജാതി സഹോദരിമാരുടെ വിവാഹ ധനസഹായമാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അവർക്ക് കിട്ടേണ്ട ഈ മറ്റ് ആനുകൂല്യങ്ങളാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അത് BJP പുറം ലോകത്തേക്ക് കൊണ്ടുവന്നു. പട്ടികജാതി സഹോദരങ്ങൾ BJP നടത്തുന്ന പ്രക്ഷോഭത്തിന് വലിയ പിന്തുണയാണ് തലസ്ഥാന നഗരത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കെട്ടിട നമ്പർ തട്ടിപ്പ്, സമാനതകളില്ലാത്ത വലിയൊരു സമരത്തിന് BJP നേതൃത്വം കൊടുത്തു. 58 ദിവസം നീണ്ടുനിന്ന സമരമാണ്. അതിൽ ഏകദേശം 10-12 ദിവസത്തോളം നിരാഹാര സത്യാഗ്രഹമാണ് BJPയുടെ കൗൺസിലർമാർ നഗരസഭയ്ക്കകത്ത് അനുഷ്ഠിച്ചത്. അതിലൂടെ കെട്ടിട നമ്പർ തട്ടിപ്പിൻ്റെ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പലരും അവരടച്ച പണം ഇന്നും നഗരസഭയിൽ എത്തിയിട്ടില്ല. അതൊരു വലിയ പോരായ്മയായിട്ട് നമുക്ക് BJPക്ക് കാണിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നികുതി തട്ടിപ്പ്, ഇതെല്ലാം തന്നെ BJP കൊണ്ടുവരുന്ന സമയത്ത് തലസ്ഥാന നഗരസഭയിൽ കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി ഇടതടവില്ലാതെ ഒരു കക്ഷിയാണ് ഭരിക്കുന്നത്. അത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ്. ആ പ്രസ്ഥാനം 4.5 വർഷം നടത്തിയിട്ട് 4.5 പതിറ്റാണ്ട് ഭരണം നടത്തിയതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ കൊള്ളരുതായ്മകൾ, വലിയ തട്ടിപ്പുകൾ നടത്തുന്നത് പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു. അതിന് തലസ്ഥാന നഗരസഭയിലെ ജനങ്ങൾ വലിയ പിന്തുണയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ 4.5 പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ LDFും UDFും തമ്മിലുള്ള ഒരു സഖ്യം, അവിശുദ്ധ സഖ്യമുണ്ട് എന്ന് BJP ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമല്ലാതായിരിക്കുന്നു. അതിന് എത്രത്തോളം മാറ്റമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്? അക്ഷരാർത്ഥത്തിൽ നമുക്കറിയാം, 2015-20 കാലയളവിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 35 കൗൺസിലർമാരാണ് തലസ്ഥാന നഗരസഭയിലുണ്ട്. അന്ന് UDFന് 21 ജനപ്രതിനിധികളും ബാക്കി LDF ജനപ്രതിനിധികളുമായിരുന്നു. സമാനതകളില്ലാത്ത പിന്തുണയാണ് പലപ്പോഴും ഈ പറയുന്ന UDF നേതൃത്വം LDF നേതൃത്വത്തിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? 2020-25 കാലയളവിലേക്ക് തലസ്ഥാന നഗരത്തിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വെറും 10 സീറ്റിലേക്ക് UDF ഒതുങ്ങേണ്ട സാഹചര്യം വന്നു. അപ്പോൾ പലപ്പോഴും UDF LDF നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ഒരു ആരോപണമല്ല. പല വിഷയങ്ങളിലും തലസ്ഥാന നഗരത്തിലുള്ള അഴിമതി കഥകൾക്ക് പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ UDF LDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതും നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇവരുടെ അവിശുദ്ധ കൂട്ടുകെട്ട് പലപ്പോഴും സഭയിൽ വലിയ തോതിൽ നമുക്ക് കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഭരണകക്ഷിയുടെ അഴിമതിക്ക് തടയിടുക എന്നത് തന്നെ വികസനത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയാണ് എന്നുള്ളതാണ്. വിഴിഞ്ഞം പോലുള്ള വൻകിട പദ്ധതികൾ വരാനിരിക്കുന്നു. ആ ഒരു വേഗം നഗരസഭയുടെ വികസനത്തിന് ഇപ്പോഴുണ്ടോ? അല്ല, നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലേ, 4.5 പതിറ്റാണ്ട് 45 വർഷം CPM നേതൃത്വം കൊടുത്തൊരു ഭരണസമിതി തലസ്ഥാന നഗരസഭ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം, അവരുടെ തനതായിട്ടുള്ളൊരു വികസന പ്രവർത്തനം ഈ നഗരത്തിൽ നടന്നു എന്ന് തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിക്ക് മാറി മാറി വന്ന CPM ഭരണസമിതിക്ക് അവകാശപ്പെടാനുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് 2020 അധികാരത്തിൽ വന്ന ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണ സംവിധാനം, ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം, തനതായ ഒരു വികസന പ്രവർത്തനം ഞങ്ങൾ ഈ നഗരത്തിൽ നടത്തി എന്നവർക്ക് അവകാശപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതികളല്ലാതെ യാതൊരു വികസന പ്രവർത്തനങ്ങളും ഈ നഗരത്തിൽ നടന്നിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന പണം വിനിയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് തലസ്ഥാന നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് ഇവർക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തലസ്ഥാന നഗരസഭ. പ്രധാനമന്ത്രി ആവാസ് യോജന, ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തിട്ടുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഈ തലസ്ഥാന നഗരസഭയിലാണ്.
ഏറ്റവും കൂടുതൽ വീടുകളാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ജലജീവൻ മിഷൻ. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക. 2024 എല്ലാ വീടുകളിലും പൈപ്പിലൂടെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി വളരെ ഫലപ്രദമായി തിരുവനന്തപുരം തലസ്ഥാന നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതി ഇപ്പോൾ നമ്മുടെ നഗരത്തിൽ റോഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാ ഫണ്ടത്? തലസ്ഥാന നഗരസഭയിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണോ? സർക്കാരിൻ്റെ ഫണ്ടാണോ? തലസ്ഥാന നഗരസഭയുടെ ഫണ്ടാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ടാണോ? നരേന്ദ്രമോദി സർക്കാർ ഈ തലസ്ഥാന നഗരത്തിനെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തി 500 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഈ റോഡുകളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സ്മാർട്ട് സിറ്റി പദ്ധതി എപ്പോഴാണ് തുടങ്ങിയത്? ഇത്രയും കാലം ഇവരെന്താ ഈ സ്മാർട്ട് സിറ്റി പദ്ധതി നാട്ടിൽ നടപ്പാക്കാത്തത്? ഈ മാർച്ച് 31 ആകുമ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പരമാവധി പ്രവർത്തനങ്ങൾ നടത്തിയില്ല എങ്കിൽ കേന്ദ്രം കൊടുത്തിട്ടുള്ള ഫണ്ട് ലാപ്സ് ആകുമെന്ന് വിചാരിച്ചുകൊണ്ട് വളരെ വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടക്കുന്നത്. തലസ്ഥാന നഗരത്തിൽ എവിടെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ റോഡുകളും മോശമായ അവസ്ഥയാണ്. എല്ലാ റോഡുകളും മോശമായിട്ടുള്ള അവസ്ഥയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അമൃത് പദ്ധതി നമുക്കറിയാം. അമൃത് 2 അമൃത് 1-ാം ഘട്ടവും 2-ാം ഘട്ടവും നടന്നുകൊണ്ടിരിക്കുന്നു. നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പ്രപ്പോസലുകൾ വന്നു. പക്ഷേ ഫലപ്രദമായി ഇവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഞാൻ ചുരുക്കം പറയുന്നത്, കേന്ദ്രം കൊടുത്തിട്ടുള്ള പണം അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കൊടുത്തിട്ടുള്ള പണം ഈ തലസ്ഥാന നഗരത്തിൽ ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതല്ലാതെ തലസ്ഥാന നഗരസഭയുടെ ഈ ഭരണസമിതിക്ക് ഇപ്പോൾ ഇവർ കൊട്ടിഘോഷിക്കുന്ന ഈ ചെറുപ്പക്കാരി മേയറായിട്ട് വന്നിട്ടുള്ളതിന് ശേഷം പോലും 3 വർഷത്തെ ഭരണം സമ്പൂർണ്ണ പരാജയമാണ്. കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള പണം മാത്രം വിനിയോഗിച്ചിട്ടാണ് ഇവിടുത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിക്കെതിരെ വളരെ ശക്തമായ ഒരു സമരം തന്നെ BJP നടത്തിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് വിനിയോഗം, ഫണ്ട് ലാപ്സാകാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഘട്ടം ഘട്ടമായി പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നടത്തേണ്ടിയിരുന്ന വികസന പ്രവർത്തനം എല്ലാ റോഡുകളും കുഴിച്ചിട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് നഗരവാസികൾക്ക് ഉണ്ടാക്കുന്നത്. ഇതിനെതിരെ BJP പ്രത്യക്ഷമായ സമരങ്ങൾ നടത്തി കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അല്ല, BJP ഇതിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. ധാരാളം സമരങ്ങൾ നമ്മൾ നടത്തുകയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റിയുടെ ഓഫീസിൽ പോവുക, അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുക, അവർ ഈ പദ്ധതി നടപ്പാക്കാത്തതിനുള്ള കാലതാമസം എന്താണ്, ഇത് അന്വേഷിച്ചിട്ടുള്ളത് BJP ആണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഓഫീസിൽ പോയി ഇരുന്ന് അവരെ ഖരോവ ചെയ്ത് ഇത് തലസ്ഥാന നഗരസഭയുടെ ഒരു പിടിപ്പുകേടാണ് എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ BJP അതിനകത്ത് പ്രത്യക്ഷ സമരത്തിൽ ഇല്ലാന്നല്ല, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും BJP അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഈ തലസ്ഥാന നഗരത്തിൽ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഈ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. BJPയുടെ കൗൺസിലർമാർ തന്നെ അതിനകത്ത് ഇടപെട്ട് ഈ റോഡ് വെട്ടിപ്പൊളിച്ചതിനെതിരെ സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ BJPയുടെ കൗൺസിലർമാർ അതിനെ സംബന്ധിച്ചുള്ള ചില സമര പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നടപ്പാക്കാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ്. ചില പ്രശ്നങ്ങൾ, അതായത് ചില അഴിമതികളൊക്കെ BJP നേരത്തെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ടത്, 2 ഈ നഗരസഭയുടെ വാഹനങ്ങളിൽ ചിലത് കാണാനില്ല എന്നുള്ള പൊതുജനങ്ങൾ മധ്യത്തിലേക്ക് എത്തിച്ചത് BJP ആണ്. അതിൻ്റെയൊക്കെ ഒരു സ്റ്റാറ്റസ് എന്താണ്? ഇപ്പോൾ അത് മറുപടി ലഭിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ നമുക്കറിയാം ആ സമരം. ഇപ്പോൾ ഒന്ന് മേയർ നേരിട്ടൊരു കത്തെഴുതി, ആർക്കാണ്? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് ഒരു കത്തെഴുതി, അദ്ദേഹത്തോട് ആവശ്യമുള്ള നിയമനങ്ങൾക്ക് ആളെ ചോദിച്ചുകൊണ്ട് കത്തെഴുതി. വലിയ സമരമാണ് നമ്മൾ നടത്തിയത്. ആ സമരത്തിൽ അടുത്ത ദിവസം വേറൊരു കത്ത് പുറത്തു വരുന്നു. പാർട്ടിയുടെ അവിടുത്തെ നഗരസഭയുടെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി CPM നേതാവിൻ്റെ ഒരു കത്താണ് പിന്നെ പുറത്തു വരുന്നത്. BJPയുടെ ഒരൊറ്റ സമരത്തിൻ്റെ പേരിൽ മാത്രമാണ് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം CPM നിലപാടെടുത്തത്. ഇപ്പോൾ മേയർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട കോടതിയിലും ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പരാതിയും ബാക്കി അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം വസ്തുതാപരമായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അധികാരം അവരുടെ കൈകളിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും തേച്ചുമാച്ച് കളയാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നടക്കുന്നു. BJP സമരം നടത്തിയ സമയത്ത് തന്നെ പറഞ്ഞു, മേയർ തയ്യാറാക്കിയിട്ടുള്ള കത്ത് ആ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. വലിയ സമരമാണ് BJP നടത്തിയത്. സാധിച്ചോ? 2 രാത്രിക്കകത്ത് അവിടെ നിന്ന് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ BJP സമരം നടത്തുന്നു, പക്ഷെ അധികാരം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങളെ അവർ വളരെ ലാഘവത്തോടു കൂടിയും വളരെ രീതിയിലും ഇതിനെയൊക്കെ തന്നെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു പരിശ്രമം കൂടി CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷേ
പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനുള്ള വലിയ സമരപരിപാടികൾ BJP നടത്തിയിട്ടുണ്ട്. ഇനിയും അത് നടത്തും, അത് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു കത്ത്, രണ്ടാമത്തെ കത്തിൻ്റെ കാര്യത്തിൽ അത് ഏറ്റെടുക്കാൻ ആളുണ്ടായി. പക്ഷേ ആദ്യത്തെ കത്ത് ആര്യ രാജേന്ദ്രൻ എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊരു അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? അല്ല, അതിനിപ്പോൾ പോലീസാണ് ആ കാര്യങ്ങൾ സംവദിക്കേണ്ടത്. സൈബർ പോലീസിൻ്റെ മുമ്പിലാകെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി പരിശോധിക്കേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതും ആ കത്തിൻ്റെ ആധികാരികത വെളിപ്പെടുത്തേണ്ടതും പോലീസാണ്. പക്ഷേ ഇതേവരെ പോലീസ് അതിന് വേണ്ടത്ര വിധത്തിലുള്ള നടപടികൾ എടുത്തിട്ടില്ല. പക്ഷേ രണ്ടാമത്തെ കത്ത് അവിടുത്തെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി നിയമനവുമായി ബന്ധപ്പെട്ട് എഴുതിയ കത്ത് താനാണ് കത്തെഴുതിയതെന്ന് അദ്ദേഹം സമ്മതിക്കുകയും പാർട്ടി അതിന് നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ചില തനതായ മുഖങ്ങളുണ്ട്. ഒന്ന് ആറ്റുകാൽ പൊങ്കാല, രണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, നദികൾ, കരമനയാറും കിള്ളിയാറും അടങ്ങുന്ന നദികളുടെ സംരക്ഷണം. അതിലെല്ലാം BJP ഒരു വളരെ മാതൃകാപരമായ റോൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനധികൃത മാംസക്കച്ചവടങ്ങൾ ഈ നഗരത്തിലുണ്ട്. ഒരു നഗരത്തിൻ്റെ തന്നെ മുഖമാവേണ്ട ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തെ അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന ഭക്തരെ, ലോകപ്രശസ്തമായ ഭക്തരെ, ഒരു ക്ഷേത്രത്തിൻ്റെ കീർത്തി, അതിനെയൊക്കെ നഗരസഭ ഉപയോഗിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും തീർച്ചയായിട്ടും തലസ്ഥാന നഗരം എന്ന് പറയുമ്പോൾ തന്നെ അനന്തപത്മനാഭസ്വാമിയുടെ നാട് ക്ഷേത്രങ്ങളുടെ നാടാണ്. വലിയൊരു സാംസ്കാരിക തനിമയുള്ള ഒരു കേന്ദ്രമാണ് നമ്മുടെ തലസ്ഥാനം. പക്ഷേ ഇതൊക്കെ നോക്കി നടത്തേണ്ടത് ആരാണ്? ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ തലസ്ഥാന നഗരസഭയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ സ്വദേശി ദർശൻ പദ്ധതിയിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്തത് 100 കോടി രൂപയാണ്. ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. കാന്തള്ളൂർ ക്ഷേത്രം, വലിയ ശാലയുള്ള കാന്തള്ളൂർ ക്ഷേത്രം, നരേന്ദ്രമോദി സർക്കാരാണ് ഹെറിറ്റേജ് സിറ്റി എന്നുള്ള നിലയിൽ അതിനെ കണ്ടെത്തി ആ കാന്തള്ളൂർ പഴയൊരു കാന്തള്ളൂർ സർവകലാശാലയാണെന്നും ആ ക്ഷേത്രം പുരോഗമിക്കേണ്ടതെന്നും തീരുമാനിച്ചുകൊണ്ട് 2.5 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നഗരസഭ ഇതുവരെ പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദി സർക്കാരാണ് ഈ പണം തന്നിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കിള്ളിയാറിൻ്റെ ശുചീകരണം അല്ലെങ്കിൽ പാർവതി പുത്തനാറിൻ്റെ ശുചീകരണം, ഇത് പ്രഹസനത്തിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. കോടിക്കണക്കിന് രൂപ എല്ലാ വർഷവും പദ്ധതിയിൽ മാറ്റിവെക്കുകയും അതേ സമയത്ത് ഇതിൻ്റെ ഒന്നും നവീകരണ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഈ തലസ്ഥാനം അറിയേണ്ട ഒരു സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ തലസ്ഥാന നഗരം ഇത്രയധികം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദി ഈ 4.5 പതിറ്റാണ്ട് ഭരിച്ച CPM ഭരണസമിതി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. BJPയുടെ ഇടപെടലുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലുപരി ഈ ജനങ്ങളുടെ പിന്തുണ താങ്കൾ പറഞ്ഞു നേരത്തെ തന്നെ വലിയ പിന്തുണയാണ് കിട്ടുന്നത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിനെ BJP എങ്ങനെയാണ് നോക്കിക്കാണും? അല്ല, തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറയാം. തലസ്ഥാന നഗരത്തിലെ പ്രധാന വാർഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന BJP-യാണ്. BJPക്ക് ആദ്യം 2 അംഗങ്ങളുണ്ടായിരുന്നു, പിന്നെ 6 അംഗങ്ങളായി 35 പേരായി. അപ്പോൾ നമുക്ക് 35 പേരെ നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഒരു വലിയ ചരിത്രം തിരുത്തി കുറിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും BJPയുടെ പ്രതിനിധികൾ നമ്മുടെ പാർലമെൻറ്റിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. കേരളം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ 2 മുന്നണികളുടെയും ഭരണത്തിൽ അസ്വസ്ഥരാണ്. യാതൊരു വിധത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഈ സംസ്ഥാനത്ത് നടക്കുന്നില്ല. അതുതന്നെയാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ 27-ാം തീയതി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താണ്? KSmart എന്ന് പറയുന്ന ഒരു പുതിയ ആപ്ലിക്കേഷൻ അവർ കൊണ്ടുവരികയാണ്. 27-ാം തീയതി നിർത്തിവെച്ച് ജനുവരി മാസം 1-ാം തീയതി ഡിസംബർ 27 നിർത്തിവെച്ചിട്ട് ജനുവരി മാസം 1-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എറണാകുളത്ത് ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു 3-ാം തീയതി മുതൽ ജനങ്ങൾക്ക് ഈ സേവനമെല്ലാം ഓൺലൈനിൽ ലഭ്യമാകും. ഇന്ന് തീയതി ഇത്രയും ദിവസങ്ങളായി.
ഒരു കെട്ടിട നികുതി അടയ്ക്കാൻ സാധിക്കുന്നില്ല, ജനങ്ങൾക്ക് ഒരു മരണ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല, ജനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നികുതി പണം അടയ്ക്കാൻ സാധിക്കുന്നില്ല, ജനങ്ങൾക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നില്ല, ജനന മരണ സർട്ടിഫിക്കറ്റ് എടുക്കാൻ സാധിക്കും. ജനങ്ങളാകെ പുറത്തിമുട്ടുകയാണ്. കാരണം എന്താണ്? യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ ഒരു ദിവസം രാവിലെ അവർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, പുതിയൊരു സോഫ്റ്റ്വെയർ ഇതാ വരാൻ വേണ്ടി പോവാണെന്ന്. അപ്പോൾ വാസ്തവത്തിൽ ഈ പ്രവർത്തനങ്ങളാകെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനെ ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും തലസ്ഥാന നഗരസഭയിൽ വരാൻ പോകുന്ന 2025 ഒരു നിർണായക ശക്തി എന്ന് മാത്രവുമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ പറയുന്ന തലസ്ഥാന നഗരസഭയിലെ ഭരണം കൈയാളുന്ന അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജനങ്ങൾ നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കാണുന്നുണ്ട്. തലസ്ഥാന നഗരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്തേക്ക് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പദ്ധതി വിനിയോഗം എങ്ങനെയാണ് തുക? നമുക്കറിയാം, ഇപ്പോഴത്തെ പദ്ധതി വിനിയോഗം 100% പദ്ധതി വിനിയോഗം നടത്തേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴുള്ള പദ്ധതി വിഹിതം 25-നും 30% ഇടയ്ക്കേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് പദ്ധതി വിനിയോഗം ഫലപ്രദമായി നടക്കാത്തത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം, നഗരസഭയുടെ വിഹിതം, ഇത് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടിയല്ലേ വിനിയോഗിക്കേണ്ടത്. ഇപ്പോൾ ഏപ്രിൽ മാസം 1-ാം തീയതി തുടങ്ങി മാർച്ച് 31-ന് മുമ്പ് ഒരു സാമ്പത്തിക വർഷം ഏകദേശം ഒരു 300-400 കോടി രൂപ ചെലവഴിക്കേണ്ട സ്ഥലത്ത് 100 കോടിയോളം രൂപ ലാപ്സായി പോകാൻ വേണ്ടി പോവാണ്. ഇപ്പം തലസ്ഥാന നഗരസഭയുടെ പദ്ധതി നിർവഹണം 25%-ന് താഴെയാണ്. 100 കോടി രൂപ ഇപ്പോൾ ലാപ്സാവാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു വേണ്ടത്ര വിധത്തിലൊരു കാഴ്ചപ്പാടില്ല, ഒരു ഭരണ നൈപുണ്യമില്ല, ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ആർജവമോ കഴിവോ ഇല്ലാത്തൊരു ഭരണസമിതി 100 കോടി രൂപ ലാപ്സാവുന്നു. അവർ വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. പദ്ധതി നിർവഹണം അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കരാറുകാർക്ക് പണമില്ല. ഇപ്പോൾ എവിടെയെങ്കിലും മരാമത്ത് പണികൾ നടക്കുന്നുണ്ടോ? ആകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തുകകളല്ലാതെ ഏതെങ്കിലും വാർഡുകളിൽ കരാറുകാർ പണി നടത്തുന്നുണ്ടോ? കരാറുകാർക്ക് പണി ചെയ്തു കഴിഞ്ഞാൽ പണം കൊടുക്കാനില്ല. ആ പണം കിട്ടാത്തതിൻ്റെ പേരിൽ എല്ലാവരും പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ട്രഷറിയിൽ നിന്ന് പണം മാറുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേടുന്നു. പ്രത്യേകിച്ച് തലസ്ഥാന നഗരസഭയിലെ ഇവിടുത്തെ ഭരണസമിതിയുടെ ഈ വീഴ്ച മൂലം ഇവിടെയും ജനങ്ങൾ ഈ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പദ്ധതി നിർവഹണം ഫലപ്രദമായി നടത്താൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല. പരമാവധി ഒരു 30-35% ഇത്തവണത്തെ പദ്ധതി വിഹിതം ഒതുങ്ങും. അതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു വൻ പരാജയമാണ് എന്ന് മാത്രമല്ല ഞെട്ടിക്കുന്ന വാർത്തയും കൂടിയാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലെ സമരത്തിൽ നിന്നൊരു ദിവസത്തെ രംഗം ഞാൻ ഓർമ്മിക്കുകയാണ്. അതായത് BJP കൗൺസിലർമാർ നിരാഹാര സമരത്തിലാണ്. മേയറെ അകത്തേക്ക് കടത്തിവിടുന്നില്ല, മേയറെ റൂമിലേക്ക് കടത്തിവിടുന്നില്ല. അപ്പോൾ മേയർ വാർത്താമാധ്യമങ്ങൾക്കൊരു ബൈറ്റ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർ നിസ്സഹകരിക്കുന്നുണ്ടെങ്കിലും വാർഡുകളിലെ പ്രശ്നത്തിന് വേണ്ടി ഒപ്പിട്ട് വാങ്ങാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്നുണ്ട് എന്നാണ്. അത് BJPയുടെ കൗൺസിലർമാർക്കൊരു എന്താണ് ടെസ്റ്റിമണി കൂടി അല്ലേ? അത് BJPയുടെ കൗൺസിലർമാർ വളരെ വ്യത്യസ്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി. തീർച്ചയായിട്ടും അല്ലേ. നമുക്കറിയാം, ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയർ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് തന്നെ തെറ്റാണ്. കാരണം അവരുടെ ആരുടെയും കുടുംബ സ്വത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ സ്വത്തിൽ നിന്നോ അല്ലല്ലോ വാർഡ് കൗൺസിലർമാർക്ക് അവരുടെ വിഹിതം കൊടുക്കുന്നത്. അത്തരത്തിലുള്ള പരാമർശം തെറ്റാണ്. ഒപ്പിടാൻ വരുന്നത് തലസ്ഥാന നഗരസഭയുടെ മേയർ ആയതുകൊണ്ടാണ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് നടത്തണമെന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. അവിടെ ഭരണസമിതി നടത്തുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണയും BJP കൊടുക്കുന്നുണ്ട്. അന്ധമായ രാഷ്ട്രീയ വിരോധം എന്ന് വെച്ച് BJP പ്രവർത്തിക്കുന്നുമില്ല തലസ്ഥാന നഗരസഭയിൽ. പക്ഷേ നടത്തുന്ന ചെയ്തികൾ അല്ലെങ്കിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് BJP ചൂണ്ടിക്കാണിക്കും. അന്ന് ശ്രീമതി ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള പരാമർശം തെറ്റാണ്. അപ്പോൾ കൗൺസിലർമാർ അവരുടെ വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മേയറെ കാണാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ ഒരു AKG സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നും കൊടുക്കുന്ന പണമല്ല, അത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ്. ആ നികുതി പണം ഉപയോഗിക്കാനും വിനിയോഗിക്കാനുള്ള അവകാശം കൗൺസിൽ അംഗങ്ങൾക്കുണ്ട്. അത് നടത്തിയിട്ടുള്ള പരാമർശം തെറ്റായിപ്പോയി. ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അതിന് ശേഷം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതിനുശേഷമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചായാലും പറയുമ്പോൾ തിരുവനന്തപുരത്തെ കൗൺസിലർമാരുടെ
പ്രകടനം വളരെയധികം പാർട്ടിക്ക് നിർണായകമാണ്. എത്രമാത്രമുണ്ട് നിങ്ങളുടെ ടീമിൻ്റെ മുറയിൽ, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണ അതിന് എത്രമാത്രമുണ്ട്? തീർച്ചയായിട്ടും തലസ്ഥാന നഗരസഭയുടെ 35 കൗൺസിലർമാർ നടത്തുന്ന എല്ലാ തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ സമ്പൂർണ്ണ പിന്തുണയുണ്ട്. ഒരുപക്ഷെ തലസ്ഥാന നഗരത്തിൽ കൗൺസിലർമാർ നടത്തുന്ന, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ ഇത്രയധികം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത് BJPയുടെ കൗൺസിലർമാർ വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഞങ്ങളുടെ വാർഡുകളിലെല്ലാം തന്നെ ഈ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി ഇത്ര ഫലപ്രദമായിട്ടാണ് നടത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി 35 BJPയുടെ വാർഡ് കൗൺസിലർമാരുടെ വാർഡുകളിലും സമ്പൂർണ്ണമായി ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു. സമാനമായിട്ട് മറ്റുള്ള വാർഡുകളിൽ ഇത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജലജീവൻ മിഷൻ ഓരോ വീടുകളിലും കണക്ഷൻ കൊടുക്കുകയാണ്. ഒരു നയാ പൈസ ചിലവില്ലാതെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വിദ്യുത് ശക്തി, എല്ലാവർക്കും ഗ്യാസ് കണക്ഷൻ, ഇങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി BJP കൗൺസിലർമാർ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷ, ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകന്മാരും വളരെ സജീവമായി സക്രിയമായി തന്നെ പ്രവർത്തിക്കും. വിജയം സുനിശ്ചിതമാണ്. സംസ്ഥാന ഘടകത്തിൻ്റെയും പാർട്ടിയുടെ അഖിലേന്ത്യാ ഘടകത്തിൻ്റെയും സമ്പൂർണ്ണ പിന്തുണ ഇവിടെ ഉണ്ട്. ഇടയ്ക്ക് നമ്മുടെ സമരം നടക്കുന്ന സമയത്ത് പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള നേതാക്കന്മാർ വന്ന് വലിയ പിന്തുണയാണ് തലസ്ഥാന നഗരത്തിലെ കൗൺസിലർമാർ നടത്തുന്ന ഈ പോരാട്ടത്തിന് പിന്തുണ തന്നിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ എല്ലാ പിന്തുണയും ഈ കാര്യത്തിലുണ്ട്. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി പാർട്ടി തയ്യാറെടുക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ്റെ പദയാത്ര ആരംഭിക്കുന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ ഈ പദയാത്ര? തീർച്ചയായിട്ടും ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കും എന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം, അയോധ്യയിൽ രാമജന്മസ്ഥാനത്ത് നടന്നിട്ടുള്ള പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നരേന്ദ്രമോദി സർക്കാരിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയൊരു പിന്തുണ അല്ലെങ്കിൽ വലിയൊരു ജനപ്രീതി ഇക്കാര്യത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ കേരള പദയാത്ര എന്നുള്ള പേരിലാണ്. രണ്ട് മുന്നണികളും ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾ, ജനദ്രോഹ നടപടികൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, അത് ഒരു മുഖ്യ അജണ്ടയായിട്ടാണ് BJP കാണുന്നത്. ഒപ്പം നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലേക്ക് കൊടുത്തിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക. ഒരു വശത്ത് രണ്ട് മുന്നണികളും നടത്തിയിട്ടുള്ള ജനദ്രോഹ നടപടികൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക, മറുവശത്ത് നരേന്ദ്രമോദി സർക്കാർ കേരള സംസ്ഥാനത്തേക്ക് കൊടുത്തുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക. മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ എന്നുള്ള വലിയൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഈ പദയാത്ര നടക്കുന്നു. ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏകദേശം 10 മുതൽ 12 കിലോമീറ്ററാണ് അദ്ദേഹം പദയാത്ര നടത്തുന്നത്. നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ, ഓരോ പാർട്ടി മണ്ഡലത്തിലെ പ്രവർത്തകന്മാർ നിശ്ചല ദൃശ്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലും 25,000 പേർ പങ്കെടുക്കുന്ന പദയാത്ര അത് നടത്തി ജനങ്ങളെ മുഴുവൻ ബോധവൽക്കരിച്ചുകൊണ്ട് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. രണ്ട് മുന്നണികൾ ഇവിടെ ധാരാളം പദയാത്രയൊക്കെ നടത്തി. നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. എന്താണ് നവകേരള സദസ്സ്? മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. നവകേരള സദസ്സിൽ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ തലസ്ഥാന നഗരസഭയിലെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അങ്ങയോട് പറയുകയാണ്, വന്നിട്ടുള്ള മുഴുവൻ പരാതികളും കെട്ടുകണക്കിന് തലസ്ഥാന നഗരസഭയിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ആരെ നോക്കാനിരിക്കുന്നത്? ഏത് പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത്? ഒരു പ്രശ്നവും പരിഹരിക്കില്ല. അവസാനം മുഖ്യമന്ത്രി പറഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ്. അതിൽ മെജോറിറ്റി പരാതി വന്നിരിക്കുന്നത്, ഭൂരിപക്ഷം പരാതി വന്നിരിക്കുന്നത് ഞങ്ങൾക്കാർക്കും വീടില്ല എന്നാണ്. എന്താണ് ഈ സർക്കാർ 2014 പ്രഖ്യാപിച്ചത്? ഞങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് അപ്പുറത്തേക്ക് ലൈഫ് ഭവന പദ്ധതി, വസ്തുവും വീടുമില്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ആരാ പറഞ്ഞത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരണസമിതിയും പറഞ്ഞാണ്. 2016 മുതൽ തലസ്ഥാന നഗരസഭയിൽ 18,036 അപേക്ഷകരാണുള്ളത്. വസ്തുവും വീടുമില്ലാതെ, സ്വന്തമായ ഒരു കയറിക്കടക്കാടമില്ലാത്ത ആൾക്കാർ. ഒരാൾക്കൊരു ഫ്ലാറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? പരാതി മുഴുവൻ അതാണ്, എനിക്ക് സ്വന്തമായി വസ്തുവില്ല, വീടില്ല. നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമല്ലേ? നവകേരള യാത്ര സമ്പൂർണ്ണ പരാജയമല്ലേ?
കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടത്തിയിട്ടുള്ളതെല്ലാം പരാജയമാണ്. അപ്പോൾ രണ്ട് മുന്നണികളുമൊക്കെ പദയാത്ര നടത്തിയതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നടത്തുന്ന ആ പ്രവർത്തനം വളരെയധികം മുന്നോട്ട് പോകും. ജനങ്ങൾ അതിന് വലിയ പിന്തുണ കൊടുക്കും. ഫെബ്രുവരി മാസം 12-ാം തീയതി നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാജി തിരുവനന്തപുരത്തെ പദയാത്രയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. 3 മണിക്ക് പുത്തരിക്കണ്ടം മൈതാനത്താണ്. അന്ന് തന്നെ BJPയുടെ സംസ്ഥാന ഓഫീസിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നു. എന്തായാലും ഈ പദയാത്ര കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതെ, അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നതിനുപരി അദ്ദേഹം സംഘാടകനും കൂടിയാണ്. അദ്ദേഹം വരുന്ന പദയാത്രയുടെ ഒരുക്കങ്ങളുടെ തിരക്കിലും കൂടിയാണ്. ഈ അവസരത്തിൽ ഈ കൂടിക്കാഴ്ചയിലേക്ക് അല്പസമയം ചെലവഴിച്ചതിന് നന്ദി. അദ്ദേഹം ഒരു നഗരസഭയുടെ പരാജയത്തിൻ്റെ ഒരു വാങ്മയ ചിത്രമാണ് നമുക്ക് നൽകിയത്. അതായത് അഴിമതി കഥകൾ, 3 വർഷം കൊണ്ട് ഒട്ടേറെ അഴിമതി കഥകൾ, കെടുകാര്യസ്ഥത, വളരെ ഞെട്ടിക്കുന്ന 2 വിവരങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു. അതായത് 35% താഴെയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ അവസാന പാദത്തിൽ നിൽക്കുമ്പോഴും തിരുവനന്തപുരം നഗരസഭയുടെ പദ്ധതി വിനിയോഗം എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടതാണ്. കെട്ടുകണക്കിന് പരാതികൾ ഇപ്പോൾ നഗരസഭയിൽ കെട്ടിക്കിടക്കുന്നു എന്നതാണ്. ഈ നവകേരള യാത്രയിൽ ശേഖരിച്ച പരാതികൾ കെട്ടിക്കിടക്കുന്നു എന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നമ്മോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച് വിലയേറിയ വിവരങ്ങൾ നൽകിയ അനിൽജിക്ക് നന്ദി. നമസ്കാരം.